നമുക്കറിയാം സമ്പദ്ഘടനയെ പ്രധാനമായിട്ടും 3 തരത്തിൽ അല്ലെങ്കിൽ 3 മേഖലകളിലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അങ്ങനെ സമ്പദ്ഘടനയെ 3 അടിസ്ഥാന മേഖലകളായിട്ട് തിരിക്കുമ്പോൾ അതിൽ ഓരോ മേഖലയിലും ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ ബേസിക് ആയിട്ടുള്ളൊരു നോളജാണ്, പക്ഷേ എന്താണ് അതറിഞ്ഞു വെക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഉൽപ്പാദനത്തിൻ്റെ സാമ്പത്തിക മേഖലകൾ അഥവാ സമ്പദ്ഘടനയെ പ്രധാനമായിട്ടും തരംതിരിച്ചിട്ടുള്ള ആ 3 മേഖലകളിൽ ഓരോന്നിലും പെടുന്നത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമേ പറയട്ടെ, സമ്പദ്ഘടനയെ 3 അടിസ്ഥാന മേഖലകളായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഇവയാണ് സമ്പദ്ഘടനയെ പ്രധാനമായിട്ടും തരംതിരിക്കുന്ന 3 അടിസ്ഥാന മേഖലകൾ. ഏതൊക്കെയാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇനി ഇവയിൽ ഓരോന്നും എന്തൊക്കെ പെടുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രാഥമിക മേഖലയിലേക്ക് വരുമ്പോൾ പ്രാഥമിക മേഖലയിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും എവിടെയാണ് വരുന്നത്? പ്രാഥമിക മേഖലയിലാണ് വരുന്നത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. വനപരിപാലനമോ? വനപരിപാലനവും പ്രാഥമിക മേഖലയിലാണ്. മത്സ്യബന്ധനം പ്രാഥമിക മേഖലയിലാണ്. ഖനനം, പാറവെട്ട്, ഇവ രണ്ടും എവിടെയാണ്? പ്രാഥമിക മേഖലയിലാണ് പെടുന്നത്. അപ്പോൾ സമ്പദ്ഘടനയെ പ്രധാനമായിട്ടും 3 അടിസ്ഥാന മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? സമ്പദ്ഘടനയെ പ്രധാനമായിട്ടും 3 അടിസ്ഥാന മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇതിൽ പ്രാഥമിക മേഖലയിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും പെടുന്നുണ്ട്. എന്താണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും പ്രാഥമിക മേഖലയിലാണ്. വനപരിപാലനം എവിടെയാണ്? പ്രാഥമിക മേഖലയിലാണ്. മത്സ്യബന്ധനം പ്രാഥമിക മേഖലയിലാണ്. ഖനനം, പാറവെട്ട്, ഇവയൊക്കെ എവിടെയാണ്? പ്രാഥമിക മേഖലയിലാണ്. ഇനി നമുക്ക് ദ്വിതീയ മേഖലയിൽ പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം. എന്തൊക്കെയാണ്? വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം, ഉൽപ്പന്ന നിർമ്മാണം, ഗ്യാസ്, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ എവിടെയാണ്? ഇവയൊക്കെ ദ്വിതീയ മേഖലയിലാണ്. എന്താണ്? വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം, ഉൽപ്പന്ന നിർമ്മാണം, ഗ്യാസ്, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്കെ എന്താണ്? ദ്വിതീയ മേഖലയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, ഇവയൊക്കെ എന്താണ്? തൃതീയ മേഖലയിലാണ്. സമ്പദ്ഘടനയിലെ തൃതീയ മേഖലയിലാണ്. തൃതീയ മേഖലയിൽ എന്തൊക്കെയാണ്? വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, ഇവയൊക്കെ എന്താണ്? തൃതീയ മേഖലയിലാണ് പെടുന്നത്. ഇവ ഓരോന്നും എന്താണെന്ന് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ അത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃഷിയും വനപരിപാലനവും മത്സ്യബന്ധനവും ഖനനവും ഒക്കെ എന്താണ് പ്രാഥമിക മേഖലയിലേക്ക് പെടുന്നത്. മറ്റെല്ലാ ഉൽപ്പന്നങ്ങൾക്കും അടിസ്ഥാനമായതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രാഥമിക മേഖല എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ദ്വിതീയ മേഖലയിലേക്ക് വരികയാണെങ്കിൽ എന്താ? പ്രാഥമിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിദത്ത വസ്തുക്കളിൽ നിന്ന് എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇല്ലേ, അവ നിർമ്മിക്കുന്ന വ്യവസായങ്ങളൊക്കെ എന്താണ്? ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. നമ്മൾ അവിടുന്ന് തൃതീയ മേഖലയിലേക്ക് വരികയാണെങ്കിൽ പ്രാഥമിക ദ്വിതീയ മേഖലകളുടെ വികസനത്തിന് ഈ മേഖല എന്താണ് വളരെയേറെ സഹായിക്കുന്നുണ്ട്. എന്താ ഈ തൃതീയ മേഖലയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിലേക്ക് ഒരു ചരക്ക് ഉൽപ്പാദിപ്പിക്കുന്നൊന്നുമില്ല, പക്ഷേ അവ എന്താണ് ഉൽപ്പാദനത്തിനുള്ള സഹായമോ പിന്തുണയോ ഒക്കെ നൽകുന്നതാണ് എന്ത് ഈ തൃതീയ മേഖല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളാണ് പറഞ്ഞത്. അതിൽ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനവും മത്സ്യബന്ധനവും ഖനനവും പാറവെട്ടും ഒക്കെ എന്താണ് പ്രാഥമിക മേഖലയിൽ പെടുന്നതാണ്. ദ്വിതീയ മേഖലയിലേക്ക് വരുമ്പോൾ വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം, ഉൽപ്പന്ന നിർമ്മാണം, ഗ്യാസ്, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ എന്താണ്? ഇവയെല്ലാം
ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. തൃതീയ മേഖലയിലേക്ക് വരുമ്പോൾ വ്യാപാരം, ഗതാഗതം, ഹോട്ടലുകൾ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ് ഇവയൊക്കെ എന്താണ്? തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇവയിൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകും എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നമ്മളോട് ചോദിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും: സമ്പദ്ഘടനയിലെ പ്രധാനപ്പെട്ട 3 മേഖലകളിൽ വൈദ്യുതി ഉൽപ്പാദനം ഏതു മേഖലയിലാണ് ഉൾപ്പെടുന്നത്? അവിടെ പ്രാഥമികമാണോ, ദ്വിതീയമാണോ, തൃതീയമാണോ എന്ന് നമ്മൾ എന്താണ് ഉത്തരമായിട്ട് സെലക്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ട് വനപരിപാലനം, മത്സ്യബന്ധനം, അതുപോലെ ഖനനം, കെട്ടിട നിർമ്മാണം, ഇവയിൽ എന്താണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ള തരത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ സ്കോർ പോകാനും ചാൻസ് ഉള്ള ഒന്നാണെന്ത്? ഈ ഉൽപ്പാദനത്തിൻ്റെ സാമ്പത്തിക മേഖലകൾ. ഓരോ സാമ്പത്തിക മേഖലയിലും പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സമ്പദ്ഘടനയിൽ ഈ അടിസ്ഥാന മേഖലകളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക.